നിലമ്പൂര് വീണ്ടും ഒരു ജനവിധിക്ക് തയ്യാറെടുക്കുകയാണ്. ഇപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത് കോൺഗ്രസ് DCC പ്രസിഡന്റ് VS ജോയാണ്. ഇപ്പോൾ ജൂൺ 19 തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എത്രത്തോളം സജ്ജമാണ് UDF? പൂർണ്ണമായും തെരഞ്ഞെടുപ്പ് ഏത് സമയത്ത് പ്രഖ്യാപിച്ചാലും ആ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ, മികച്ച ഭൂരിപക്ഷം നേടാൻ ഐക്യജനാധിപത്യ മുന്നണിയുടെ സംഘടനാ മിഷനറി സജ്ജമാണ്. ആ മുന്നൊരുക്കം ഞങ്ങൾ കാലേക്കൂട്ടി ആരംഭിച്ചിരുന്നു. തെരഞ്ഞെടുപ്പ് ഞങ്ങൾ കുറച്ചുകൂടി നേരത്തെ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ കാലവർഷം നേരത്തെ എത്തി, തെരഞ്ഞെടുപ്പ് കുറച്ച് വൈകിപ്പോയി. അതിൻ്റെതായ പ്രയാസമുണ്ട്. പക്ഷേ കാലാവസ്ഥ പ്രതികൂലമാണെങ്കിലും തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഞങ്ങൾക്ക് രാഷ്ട്രീയ കാലാവസ്ഥ കുറച്ചുകൂടി അനുകൂലമായൊരു അന്തരീക്ഷമാണ്. UDF സംബന്ധിച്ച് നല്ല ഭൂരിപക്ഷത്തോടു കൂടി വിജയിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമാണ് എന്നാണ് ഞങ്ങളുടെ വിലയിരുത്തൽ. പ്രധാനമായിട്ടും സ്ഥാനാർത്ഥിയുടെ കാര്യത്തിലാണല്ലോ ഒരു ആശങ്കയുള്ളത്. ഇപ്പോൾ VS ജോയുടെയും ഷൗക്കത്ത് അലിയുടെയും പേരാണ്. അപ്പോൾ സ്ഥാനാർത്ഥി ആരായാലും അത് അംഗീകരിക്കും? സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ ആശങ്ക ഞങ്ങൾക്കല്ല, നിങ്ങൾക്ക് മാത്രമാണ്. കാരണം ഞങ്ങളെ സംബന്ധിച്ചൊരു ആശങ്കയില്ല. ഞങ്ങളുടെ പാർട്ടി മുന്നണി നേതൃത്വം ആലോചിച്ച് ഒരു സ്ഥാനാർത്ഥിയെ തീരുമാനിക്കും. ആ സ്ഥാനാർത്ഥിയുടെ പിന്നിൽ ഒറ്റക്കെട്ടായി എല്ലാവരും അണിനിരക്കും, ഒരു മനസ്സോടുകൂടി പ്രവർത്തിക്കും. ഏറ്റവും മികച്ച ഭൂരിപക്ഷത്തോടു കൂടി UDF സ്ഥാനാർത്ഥി വിജയിച്ചു വരുന്ന ഒരു സാഹചര്യമുണ്ട്. ഹൈക്കമാൻഡിന്റെ തീർച്ചയായും ഹൈക്കമാൻഡിന്റെ തീരുമാനം അന്തിമമായിരിക്കും. ഹൈക്കമാൻഡാണ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുക. എത്രയും വേഗം ഒരു സ്ഥാനാർത്ഥി ഹൈക്കമാൻഡ് എല്ലാവരുമായി ആലോചിച്ച് തീരുമാനിക്കും. അതാണ് കോൺഗ്രസിന്റെ ശൈലിയും ശീലവും. അതിനനുസരിച്ചുള്ള ഒരു സ്ഥാനാർത്ഥി വരും. ആ സ്ഥാനാർത്ഥി എല്ലാവരും തുറന്ന മനസ്സോടുകൂടി സ്വീകരിക്കും. ഈ തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളൊക്കെ വരാനിരിക്കുകയായിരിക്കുമല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു സാമ്പിൾ വെടിക്കെട്ട് എന്ന നിലയിൽ നിലമ്പൂര് തീർച്ചയായും ഇത് കേരളത്തിലെ മുഴുവൻ ജനങ്ങളും വലിയ പ്രതിഷേധത്തിലാണ്, കടുത്ത പ്രതിഷേധത്തിലാണ്. കേരളം ആഗ്രഹിക്കുന്നത് പിണറായി വിജയൻ്റെ ദുർഭരണം അവസാനിക്കുന്നതാണ്. അതിനുള്ളൊരു സെമി ഫൈനൽ പോരാട്ടം എന്ന നിലയിൽ തന്നെയാണ് നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിനെ എല്ലാവരും കാണുന്നത്. തീർച്ചയായും ഈ നാട്ടിലെ ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ വലിയ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് കാണുന്നത്. ഞാനിപ്പോൾ മുഖ്യമന്ത്രി നിലമ്പൂരിലേക്ക് എന്നുള്ള വാർത്ത ഇപ്പോൾ ഇങ്ങനെ ചാനലുകളിലെല്ലാം ബ്രേക്കിംഗ് ആയി വന്നുകൊണ്ടിരിക്കുകയാണ്. മുഖ്യമന്ത്രിയോട് പറയാനുള്ളത്, നിലമ്പൂരിലേക്ക് വരുന്ന വഴി അല്പം ദുഷ്കരമാണ്. ദേശീയപാത വഴിയാണ് വരുന്നത്. നല്ല മഴയാണ്. മഴയൊക്കെ മാറി വെയിലൊക്കെ കുറച്ചതിന് ശേഷം പതിയെ വന്നാൽ മതി. വരുമ്പോൾ മന്ത്രിമാരോടൊക്കെ ഒരു തോക്കുകൂടി കയ്യിൽ കരുതാൻ പറയണം. കാരണം ഇവിടെ നല്ല ആളെക്കൊല്ലി കടുവകളും കാട്ടാനയും കാട്ടുപോത്തും പുലിയൊക്കെ ആയിട്ട് ഇവിടെ ജനങ്ങൾ വലിയ പ്രയാസത്തിലാണ്. ഇതിനോടൊക്കെ മല്ലടിച്ചുകൊണ്ട് പോകുന്ന സാധാരണക്കാരാണ് ഇവിടെയുള്ളത്. അതുകൊണ്ട് ജനങ്ങൾ വലിയ പ്രതിഷേധത്തിലും വിഷമത്തിലാണ്. അതൊന്ന് ഇവിടെ വന്ന് പ്രചരണത്തിനിടയിൽ നേരിട്ട് അനുഭവിക്കാനുള്ളൊരു അവസരം കേരളത്തിലെ മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കൊക്കെ ഉണ്ടാവും. എന്താണ് ഈ ഗവൺമെന്റിനെതിരെയുള്ള അതിശക്തമായ പ്രതിഷേധമെന്ന് പ്രചരണ വേളയിലും പോളിംഗ് ദിവസം ബാലറ്റ് പെട്ടിയിലൂടെ അവർക്ക് അറിയാനുള്ള ഒരു അവസരമായി തെരഞ്ഞെടുപ്പ് മാറും.